ഹങ്കർ 2023 ഇറങ്ങിയ ഒരു തായ് സിനിമയാണ്. 2022 നെറ്റ്ഫ്ലിക്സ് പറഞ്ഞത് ഇങ്ങനെ ഒരു സിനിമയും അതേപോലെ തന്നെ ഒരു 6-7 തായ് സിനിമകൾ അവർ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്, ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഓൺ പ്രൊഡക്ഷൻ. അങ്ങനെ ഏപ്രിൽ 2023 അത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായത്. കഴിഞ്ഞ ദിവസം കണ്ടു. ഹങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ്. പക്ഷേ ഈ സിനിമ വിശപ്പിനെ കുറിച്ചല്ല, ഭക്ഷണത്തെക്കുറിച്ചാണ്. പക്ഷേ വിശപ്പൊക്കെ മാറി ആവശ്യങ്ങളൊക്കെ ഇതായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു എലീറ്റ് കമ്മ്യൂണിറ്റിക്ക് പിന്നെ ടേസ്റ്റ്, എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഭക്ഷണത്തിനെ സംബന്ധിച്ചിടത്തോളം. വിശപ്പ് എന്നുള്ളൊരു ഫാക്ടറേ ഇല്ല അവിടെ. കാരണം സമയത്തിന് ഭക്ഷണമുണ്ട്, എല്ലാം അവൈലബിളാണ്. അപ്പോൾ വിശപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉള്ളതിന് പകരം പുതിയ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള വിശപ്പ്, ചില ഷെഫുകളുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വിശപ്പ്, അങ്ങനെ സാധാരണ മനുഷ്യരുടെ നെസസിറ്റിക്ക് ആവശ്യമുള്ള വിശപ്പിൽ നിന്ന് മാറിയിട്ടുള്ള ചില വിശപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ശരിക്ക് ഈ സിനിമയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഭയങ്കര വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇതിനൊരു പ്ലോട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫാമിലി നൂഡിൽസ് ഷോപ്പ്, അതിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ഒരു കുട്ടി, അതായത് ഓണറുടെ മകള്. അപ്പോൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നത് ആ കുട്ടീനെ ഇവർ ഒരു വലിയൊരു ഷെഫുണ്ട്, ഷെഫ് പോൾ. ആ ഷെഫ് പോളിൻ്റെ അവിടുത്തെ സൂഷെഫ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ്. പക്ഷേ ഷെഫിൻ്റെ ആ വർക്കിംഗ് രീതിയും കാര്യങ്ങളൊക്കെ പലപ്പോഴും ഭയങ്കര എന്തോ ശരിയാവുന്നില്ല. അങ്ങനെയൊക്കെ കൂടിയിട്ട് ഷെഫിനെക്കാട്ടും നല്ല ഷെഫാണ് ഈ സൗ ഷെഫാണ് ഈ കുട്ടി എന്നുള്ളതിൽ വേറെ ആൾക്കാർ സമീപിച്ചിട്ട് ആ കുട്ടിയുടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക, അവിടെ ചില കോമ്പറ്റീഷൻ, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ഭയങ്കര വിഷ്വലി സ്റ്റണ്ണിങ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എലീറ്റ് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു എൻവയൺമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു തീം ബ്ലഡ് ആൻഡ് ഫ്ലഷാണ് എന്ന് പറയും. അങ്ങനെ ബ്ലഡും ഫ്ലഷുമാണ് തീം എന്ന് പറഞ്ഞിട്ട് മീറ്റൊക്കെ ഉണ്ടാക്കി അതിന് രക്തത്തിൻ്റെ അതേ നിറത്തിലുള്ളൊരു സോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രാകൃത മനുഷ്യനെ മാതിരി ആയിപ്പോവുകയാണ്. ആ കഴിക്കുന്നതും ആ കഴിക്കുന്ന രീതി, ആ സമയത്ത് അവരുടെ എറ്റിക്കറ്റും കാര്യങ്ങളൊന്നും അവർ ബോദർ ചെയ്യാണ്ട്, അതായത് ദ എക്സ്പീരിയൻസ് ആൻഡ് ദ ഫുഡ് ചേഞ്ചസ് ദം ഫ്രം വാട്ട് ദേ ഹാവ് ഇവോൾവ് ടു സംതിങ് ദാറ്റ് ഈസ് വെരി ഏൻഷ്യൻറ്റ്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഒബ്സർവേഷൻസും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. വിജയം, സക്സസ്, എന്താണ് സക്സസ്, ആ സക്സസ് നമുക്ക് എന്തൊക്കെ നഷ്ടമാക്കും എന്നുള്ള കാര്യങ്ങളും കൂടെ ഇതിൻ്റെ ഫാക്ടറുണ്ട്. ഷെഫ് പോളിൻ്റെ ഒരു വൈ ഹീ സ്റ്റാർട്ടഡ് ബിക്കമിങ്, ഹീ ക്രിയേറ്റഡ് എന്താ പറയുക, ഈ എലീറ്റ് ആൾക്കാർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയെന്നൊക്കെയുള്ള ചില കഥകളുമുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചില കോൺവെർസേഷൻസും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിലൊരു ചെറിയ കോൺവെർസേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം ഈ കുട്ടി പറയും കുട്ടിക്ക് സ്പെഷ്യലാവണം എന്നാണ് കുട്ടിയുടെ ആഗ്രഹം. അപ്പോൾ കുട്ടീനോട് ഷെഫ് പോൾ പറയും, ഈ സ്പെഷ്യലാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റിൽ നിന്ന്, സ്പെഷ്യലാവണമെന്ന് വിചാരിച്ച് അങ്ങോട്ടുള്ള പോയിൻ്റിൽ നിന്ന് നമ്മളെപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ എഡ്ജിൽ നിന്ന് വീണ് പോകുമെന്നുള്ളത്. കാരണം വിജയത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ എഡ്ജിൽ നിന്ന് വീണ് പോകുക, നമ്മളെപ്പോഴും ആ എഡ്ജിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പ്രശസ്തിയുടെ എഡ്ജിൽ നിന്നും വീണ് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭയം നമുക്കെപ്പോഴും ഉണ്ടാവുന്നുള്ളത്. എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ റെലവൻ്റ് ആണോ എന്നുള്ളത്. പിന്നെ നമുക്ക് പലതും നഷ്ടപ്പെടും. എന്നിട്ട് ഷെഫ് പോള് ഓയ് എന്ന് പറഞ്ഞ കുട്ടീനോട് പറയുന്നുണ്ട്, പേടിക്കണ്ട, ഇനിയും ധാരാളം നഷ്ടപ്പെടാനുള്ളതാണ്. നഷ്ടമെന്നുള്ളത് വിജയത്തിൻ്റെ കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു സംഭവമാണെന്നുള്ളത്. അപ്പം അങ്ങനെ കുറേ ഡീപ്പായിട്ടുള്ള ചില ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട്. വളരെ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. തായ് ഭാഷയാണ്, പക്ഷേ ഐ തിങ്ക് ഇംഗ്ലീഷ് സബ്ടൈറ്റിലല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് മച്ച് മോർ ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഹങ്കർ എന്നാണ് സിനിമ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിനേക്കാം.